ഹലോ, നമ്മുടെ ആനി സീരീസിൽ വരുന്ന നാലാമത്തെ വീഡിയോ ആണ്. അപ്പം കുറേ പേര് മെറ്റീരിയൽസിനെ പറ്റിയൊക്കെ വീണ്ടും വീണ്ടും കമൻറ്റ് ഇട്ടാണ്. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽസ് എന്ന വീഡിയോ പ്ലേലിസ്റ്റിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. എൻ്റെ പ്രൊഫൈലിലുണ്ട്, ചാനലിട്ടിട്ടുണ്ട്, നിങ്ങളെടുത്ത് നോക്കൂ. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്, ഞാനിവിടെ കുറച്ച് ഷേപ്സ് വരയ്ക്കുന്നില്ലേ, ഇതൊക്കെ നിങ്ങൾ ആ ചെയിൻ സ്റ്റിച്ച് വെച്ച് ചെയ്യണം. അതായത് നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ വരച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി ഏതിലയക്കണം എന്നുള്ളത്, ഞാനപ്പോൾ റിപ്ലൈ തരാം. അപ്പോൾ ഞാൻ കണ്ട സർക്കിൾ വരച്ചിട്ടുണ്ട്, ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്, ടിയർ ഡ്രോപ്പ് വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ സാധാരണ നമ്മൾ നൂലെടുത്തിട്ട് ഒന്ന് നോട്ടിട്ട് കൊടുക്കുക. അഴിഞ്ഞു പോകാത്ത നോട്ടായിരിക്കണം. നോട്ടിട്ടതിന് ശേഷം നമ്മൾ അടിയിൽ കൂടെ എടുത്ത് നമ്മൾ നോർമൽ അരി വർക്ക് ചെയിൻ സ്റ്റിച്ചിട്ടില്ലേ, ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, അതുപോലെ അങ്ങ് ഇട്ടാൽ മതി കേട്ടോ. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും അഴിയാത്തൊരു കെട്ടായിരിക്കണം ഇടേണ്ടത്. എന്നിട്ട് നമ്മൾ അടിവശത്ത് കൊണ്ടുവന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഈ ഷേപ്പുകൾ ചെയ്യുന്നതിൽ കൂടെ, ഈ ഷേപ്പുകൾ വരച്ച് ചെയ്യുന്നതിൽ കൂടെ നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് കിട്ടും. അപ്പം സൂചി ഇൻസേർട്ട് ചെയ്യുക, അതിനുശേഷം ചെയ്യാം. അപ്പം അതിൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായിപ്പോയി. ഓക്കെ, ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം ഞാനിവിടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഞാനിപ്പോൾ ആ ഷേപ്പുകളൊക്കെ കണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്തിട്ടതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് സ്ട്രെയിറ്റ് ലൈനാണ് കേട്ടോ. അപ്പം ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ എങ്ങോട്ടാണോ ചെയ്യേണ്ടത്, നീഡിൽ എപ്പോഴും ഓർത്ത് വെക്കുക. ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പം ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, നൂല് വലിച്ചെടുക്കുന്ന സമയത്ത് നീഡിൽ ആ വശത്തോട്ട് തിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നൂല് വലിക്കുന്ന സമയത്ത് നീഡിൽ ആ വശത്തോട്ടായിരിക്കണം. എന്നിട്ട് വീണ്ടും നീഡിൽ എടുക്കുന്നു, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷന് ചുറ്റുന്നു, തിരിച്ച് വലിച്ചെടുക്കുന്നു. അപ്പം നമ്മൾ നേരെയാണ് വലിച്ചെടുക്കുന്നതെങ്കിൽ ഒന്നുകിൽ തുണിയിൽ നൂല് ആയിരിക്കും കിട്ടുന്നത് നമുക്ക്, അല്ലെങ്കിൽ നൂല് കിട്ടില്ല, അത് ഉറപ്പാണ്. അപ്പം കുറച്ച് ഞാൻ അത്യാവശ്യം ഇത് സ്പീഡിൽ ചെയ്ത് പോവാണ്. കാര്യം നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങണം കേട്ടോ. അപ്പോൾ ഇത് നീഡിൽ നമ്പർ 14 കേട്ടോ. നമ്മൾ ത്രെഡ് വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഞാനിപ്പോൾ ടുളിപ്പിൻ്റെ നമ്പർ 14 കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നതിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം. അത് ചെയിൻ സ്റ്റിച്ച് ഇട്ട് എവിടെയാണോ നമുക്ക് കെട്ടിടേണ്ടത് അതിന് തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞ് ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ കെട്ടിട്ടെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് സിമ്പിളായിരിക്കും. നിങ്ങൾക്കും അതൊരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും നോക്കുകയുള്ളൂ. ഇപ്പം ഞാൻ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ചെയിൻ ഇട്ടതിന് ശേഷമാണ് ഈ കെട്ടിടുന്നത്. അപ്പം എന്നിട്ട് നമ്മൾ താഴത്തെ നൂലങ്ങ് വലിച്ചു കൊടുത്താൽ മതി. കെട്ടിട്ടതിന് ശേഷം താഴത്തെ നൂലങ്ങ് വലിച്ചെടുക്കുമ്പോൾ അത് അടിയിലോട്ട് അങ്ങ് പൊക്കോളും. ഇനി ഞാൻ ആ ട്രയാങ്കിൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കൂ. അതായത് കണ്ടോ, ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ചുളിവ് വീണിട്ടുണ്ട്. ആ ചുളിവ് എന്താണ് വീണതെന്നുള്ളത് ഞാൻ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് ആ പോയിൻ്റ് കൊണ്ടെത്തിക്കുക. അപ്പോൾ നമ്മൾ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അതിനായിട്ട് നമ്മൾ അതിന് കുറച്ച് മുമ്പേ വരെ എത്തിയതിന് ശേഷം ഒരു കുഞ്ഞ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത്, ഒരു ചെറിയ ഒരു കുഞ്ഞ് ചെയിൻ സ്റ്റിച്ചിട്ട് ശേഷം നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് അങ്ങോട്ട് പോവുക. കോർണറിലെത്തുന്ന സമയത്ത് ചെറിയ ചെയിൻ സ്റ്റിച്ച് ആയിരിക്കണം ഇടേണ്ടത്. അപ്പോൾ കണ്ടോ, ചെറിയ ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഷേപ്പ്, ട്രയാങ്കിളിൻ്റെ ആ ഷേപ്പ് പോവില്ല. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞതാണ്. അതായത് ആ ചുളിവ് കണ്ടോ, ആ ചുളിവ് എന്തുകൊണ്ടാണ് വന്നതെന്നറിയോ? അവിടുത്തെ തുണി ലൂസായതുകൊണ്ടാണ്. അതായത് നിങ്ങൾ ആരി വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഒരിക്കലും തുണി ലൂസായിട്ട് കിടക്കാൻ പാടില്ല. ഫ്രെയിമിൽ മാക്സിമം ടൈറ്റ് ചെയ്ത് വെക്കുക. തുണി കീറിപ്പോകുന്ന തരത്തിലല്ല, പക്ഷേ നമ്മൾ അടിച്ചാൽ ചെറുതായിട്ട് ശബ്ദം കേൾക്കുന്ന തരത്തിൽ. കണ്ടോ, അവിടെ ലൂസായിട്ട് കിടക്കുക, അതാണ് അവിടെ ചുളിവ് വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ചില വർക്കുകളുണ്ട്, അതായത് നമ്മുടെ പിന്നെ സ്ട്രിപ്പ് പോലെ വരുന്ന വർക്കുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിൽ ചുളിവ് വരുന്നത് ലൂസായി കിടക്കുന്നത് കൊണ്ടാണ്. അപ്പം ഈ തുണി ലൂസാവുന്നതോറും നിങ്ങളുടെ ചെയിൻ കാണാൻ ഭംഗിയുണ്ടാവില്ല, ചുളിവ് വീഴും, തുണി കുറയുകയും ചെയ്യും, ചുളുങ്ങി. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. അപ്പം തുണി നല്ല ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വർക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് വിട്ടുപോയി. ഓക്കെ, ഇനിയുള്ളത് ഞാൻ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം കണ്ടോ, ചുളിവ് വരുന്നില്ല. അതുപോലെ ആ കോർണറിലെത്തുമ്പോൾ ഒരു കുഞ്ഞ് ചെയിൻ സ്റ്റിച്ച് ഇടുക വീണ്ടും. അപ്പോൾ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളും. അപ്പോൾ നിങ്ങൾ ഇതങ്ങ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാര്യം അരി വർക്കായാലും ഏതായാലും ചുളിവ് ഇരുന്നാൽ തുണി കുറയും. ഓക്കെ, 1 മീറ്ററൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ബ്ലൗസ് മെറ്റീരിയലിൽ അത് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്, ഉറപ്പായിട്ടും കുറയും ഈ ചുളിവ് വീണ് കഴിഞ്ഞാൽ. അതൊന്ന് ശ്രദ്ധിച്ചോളാം.
അപ്പം ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ആ എൻഡ് പോയിന്റിലെത്തുമ്പോഴത്തേക്കും ചെറിയൊരു ചെയിൻ സ്റ്റിച്ച് ഞാൻ കണ്ടോ അതുപോലെ ഇട്ടിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ വേറെ ഇത് ചുളിവ് വരാത്തതിൻ്റെ കാര്യം മനസ്സിലായി. അതായത് അവിടെ ഞാൻ തുണി ടൈറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ തുണി ലൂസാക്കി ഇട്ടിട്ട് ആരി വർക്ക് ചെയ്യരുത്. ഇനി അപ്പം ഞാനതും ചെയ്തിട്ടുണ്ട്, സ്ട്രൈറ്റും ഇതും ചെയ്തിട്ടുണ്ട്. എല്ലാം സർക്കിളും ഇതുപോലെ തന്നെയാണ്. ഞാനത് വിട്ടുപോയതാണ് കേട്ടോ. അപ്പം ടീ ഡ്രോപ്പില്ല ആ ഷേപ്പിൽ നിങ്ങൾ ചെയ്ത് വെറൈറ്റി ഓഫ് വേരിയസ് ഷേപ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കൈവഴക്കം കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ്